സുഖമുണ്ടോ? ആ. അച്ഛമ്മ, ഓ, ഈ പാറ്റപ്പേടി എങ്ങനെ മാറ്റും അച്ഛമ്മ? പാറ്റപ്പേടിയോ? ഓ, ആ, നിനക്ക് അതിനെങ്കിലും പേടിയുണ്ടല്ലോ. അച്ഛമ്മക്ക് പാറ്റേനെയൊന്നും പേടിയില്ലേ? എനിക്ക് പാറ്റേനെയൊന്നും പേടിയില്ല. നിന്റെ അച്ഛനെ പോലും ഞാൻ പേടിച്ചിട്ടില്ല. പിന്നാണ് നിസാരം ഒരു പാറ്റ. എന്ന് പേടി. എനിക്ക് ഭയങ്കര പേടി അച്ഛമ്മ. ആ കാരണം കൊണ്ടേ എല്ലാരും എന്നെ കളിയാക്കുക. അത് സാരമില്ല മക്കളെ. മക്കളുടെ ഹൃദയം ലോലം ആയതുകൊണ്ടല്ലേ പാറ്റേനെയൊക്കെ പേടി. ആരുടെ ഹൃദയമാടി ലോലം? എന്റെ ഹൃദയ. എന്റെ അമ്മയ്ക്ക് ഹൃദയം പോലും ഇല്ലെന്ന് എനിക്കറിയാം. അയ്യോ, അച്ഛമ്മക്ക് ഹൃദയം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അത് നിന്റെ അപ്പൂപ്പനാ തട്ടിപ്പോണത്. എടാ, ആർക്കാടാ ഹൃദയമില്ലാത്ത? അമ്മയ്ക്ക് ഇല്ലെങ്കിൽ പിന്നെ കോഴി കുഞ്ഞുങ്ങളെ വളർത്തുകയാണെങ്കിൽ അതുങ്ങളെ ഞങ്ങളെ ചവിട്ടി കുട്ടി കൊല്ലുമെന്ന് വേറെ ആരെങ്കിലും പറയുമോ? എടാ, എനിക്ക് അതിന്റെ മണമൊന്നും തീരെ ഇഷ്ടമല്ല. ആ കാട്ടം കാണുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അത് ശരി. അച്ഛമ്മക്ക് കോഴിമുട്ട ബുൾസ അടിക്കുന്നതിന് പുഴുങ്ങി തിന്നുന്നതിന് കുഴപ്പമില്ലല്ലേ? കോഴിക്കാട്ടത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ ബുൾസ അടിക്കുന്ന കാര്യമൊക്കെ എന്തിനടി പറയുന്നത്? എന്തായാലും അമ്മയുടെ ആഗ്രഹം പോലെ അതിന് സാധിച്ചു. പുഷ്പ കോഴിയെ വളർത്തുന്നില്ല എന്ന് തീരുമാനിച്ചു. അതെന്തൊക്കെയാലും നന്നായി മക്കളെ. എന്ത് ചെയ്യാനാ? ഈ മുറ്റത്ത് ഓടി നടന്ന് വളരേണ്ട കോഴിക്കുഞ്ഞുങ്ങളാ ഇനി ഗീതയുടെ വീട്ടിൽ വളരാൻ പോകുന്നു. ഏതാ ആ കൂടോത്ര ഗീതയുടെ വീട്ടിലോ? ഓ, കൂടോത്രം ഗീതയ്ക്ക് ആ കോഴിക്കുഞ്ഞുങ്ങളെ മുഴുവൻ കൊടുക്കാൻ തീരുമാനിച്ചു പുഷ്പ. അത് ശരിയാവൂല. അതിപ്പോ എങ്ങനെ ശരിയാനാ? പുഷ്പ കൊടുക്കാൻ തീരുമാനിച്ചു. അവര് വളർത്തും. അത് ഈ മുറ്റത്ത് വളരേണ്ട കോഴിക്കുഞ്ഞുങ്ങളാ. അവിടെ വളരാൻ ഞാൻ സമ്മതിക്കില്ല. ഗീതാഞ്ചി വളർത്തിട്ട് അച്ഛമ്മ നമുക്ക് ചുളുവി പൈസക്ക് കോഴിമുട്ട കിട്ടും. ആ കോഴി ഇവിടെ നിന്ന് മുട്ടയിട്ട് നമുക്ക് ചുളുവ് പൈസക്ക് അവർക്ക് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടൂലടി. എന്റെ അമ്മേ, കൂടോത്രം ഗീതയെ വളർത്താൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കോഴി ഗീതയുടെ ആയില്ലേ? പിന്നെ നമ്മൾ മുട്ട പൈസ കൊടുക്കാതെ അവര് തരുമോ? ഗീതയ്ക്ക് കൊടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. കൊടുക്കത്തില്ല. പിന്നെ ആ കുഞ്ഞുങ്ങളെ ഇവിടെ വളർത്താൻ സമ്മതിക്കുമോ? അത് ഞാൻ സമ്മതിക്കാം. എന്തുവാ? ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞില്ലേ? ഉറപ്പാണോ? ഉറപ്പാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പുഷ്പ ഒരു വളർത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ ഇപ്പം. അത് ഞാൻ അവളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നടക്കുന്ന കേസാണ്. എടാ, നടത്തി തന്നാ പോരെ? ഉറപ്പല്ലേ? പിന്നല്ലാതെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കോഴിക്കൂട് പണിയാനുള്ള ഏർപ്പാട് ചെയ്യട്ടെ. അത് നീ ഏർപ്പാട് ചെയ്തു. ഉറപ്പാന്നേ? ഞാൻ പറഞ്ഞു ഒരു വട്ടം. ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഉണ്ടെങ്കിലേ നല്ല കൊട്ടാരം പോലത്തെ ഒരു കോഴിക്കൂട് പണിയാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്തിനാ? കോഴീനെ രാജ്ഞിയായിട്ട് വളർത്താനാണോ? വേണ്ട, അധികം വേണ്ട കേട്ടോ. എന്നാ ഞാൻ പോയി നിന്റെ പെണ്ണുപിള്ളെ കൊണ്ട് സമ്മതിപ്പിക്കട്ടെ? ഉറപ്പായിട്ടും ഞാൻ പോയിട്ട് വരാം. ഒരു പ്രത്യേക സ്വഭാവം അല്ല അച്ഛമ്മയുടെ? നിന്റെ സ്വഭാവത്തെക്കാളും ഭേദമാ. എന്റെ സ്വഭാവത്തിന് എന്താ പ്രശ്നം? ഇനി എന്താ പ്രശ്നം വരാനുള്ളത്? പ്രശ്നം ഉണ്ടെങ്കിൽ അത് അച്ഛന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നമായിരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാരും പറയുന്നുണ്ട് അത് കൃഷ്ണ എന്ന് പറയുന്ന മകൾക്ക് അമ്മയുടെ സ്വഭാവമാണ്. ആര് പറഞ്ഞു? എല്ലാരും. അച്ഛൻ തന്നെ പറയണത്. അച്ഛനൊന്നും അല്ല, എല്ലാരും പറയുന്നുണ്ട്. എനിക്ക് എന്റെ അമ്മയുടെ നല്ല സ്വഭാവം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആളിയാ വേണുകൂട്ടാ, എടാ കൂട് പണിത് കേട്ടാ, കോഴിക്കൂട്. അമ്മ സമ്മതിച്ചു. പുഷ്പയെ അമ്മ സോപ്പിട്ട് റെഡി ആയിക്കോളൂ. നീ പെട്ടെന്ന് കാര്യം ചെയ്യും കേട്ടാ. ഓക്കെ അളിയാ, ഓക്കെ. കമ്മീഷൻ അടിച്ചു മാറ്റി ഞാൻ.